ഗൂണ്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട BSP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. പെരമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിലാപയാത്ര ആരംഭിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വില്ലിവാക്കം പുത്തൂരിലെ സ്വകാര്യ ഭൂമിയിലാണ് സംസ്കാരം. BSP ദേശീയ അധ്യക്ഷ മായാവതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ആംസ്ട്രോങ്ങിന് ആദരാഞ്ജലി അർപ്പിച്ചു. 4 മണിയോടെയാണ് പെരമ്പൂരിൽ നിന്നും വിലാപയാത്ര ആരംഭിച്ചത്. പെരമ്പൂരിലെ BSP ഓഫീസിനോട് ചേർന്ന് മൃതദേഹം സംസ്കരിക്കണമെന്ന ആംസ്ട്രോങ്ങിന്റെ ഭാര്യ പൊർക്കൊടിയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വില്ലിവാക്കത്ത് മൃതദേഹം സംസ്കരിക്കുമെന്ന് ഹർജിക്കാരി കോടതിയെ അറിയിച്ചത്. 3 തവണയാണ് ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിച്ചത്. BSP ദേശീയ അധ്യക്ഷ മായാവതി, വിടുതലൈ സിരുത്തെ കക്ഷി അധ്യക്ഷൻ തിരുമാവളവൻ, കോൺഗ്രസ് തമിഴ്നാട് അധ്യക്ഷൻ സെൽവ പെരുന്താഗൈ തുടങ്ങി നിരവധി പ്രമുഖർ ആംസ്ട്രോങ്ങിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കേസ് CBIക്ക് കൈമാറണമെന്നും തമിഴ്നാട്ടിൽ ക്രമസമാധാനം പുലരാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും മായാവതി. जिस तरीके से हमारे स्टेट के प्रेसिडेंट की हत्या की गई है उनके घर के बाहर, तो उससे ऐसा लगता है कि आपके तमिलनाडु स्टेट में कानून व्यवस्था नाम की कोई चीज नहीं है. കേസിൽ പിടിയിലായ 8 പേരെയും എഗ്മോർ കോടതി റിമാൻഡ് ചെയ്തു. ഗുണ്ടാപ്പകയാണ് അക്രമത്തിന് പിന്നിലെന്ന് കേസ് അന്വേഷിക്കുന്ന അഡീഷണൽ കമ്മീഷണർ അസ്ര ഗാർഗ് ആവർത്തിച്ചു. 24 ചെന്നൈ.